ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ചെയ്യും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അസാധ്യങ്ങൾ സാധ്യമാകണം. ദൈവമഹത്വം വെളിപ്പെടണം. കൃപ കൃപ കൃപ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇപ്രകാരം റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി കരയേറ്റുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ അധികമായി പ്രാപിക്കേണ്ടതിന്, ദൈവശക്തിയാൽ അധികമായി നിറയേണ്ടതിന് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് രാവിലെ ഈ വൈകിയ സമയത്തെ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ ഹല്ലേലൂയ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ കൃപ ധാരാളമായി പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ അങ്ങയുടെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഈ ദിവസങ്ങൾ അങ്ങയുടെ വരവിന് വേണ്ടി ഉണരുവാൻ ഒരുങ്ങുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. കർത്താവെ ഹല്ലേലൂയ. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തദാസിയെ ഏൽപ്പിക്കുന്നു. കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണം. വലിയ ദൈവപ്രവൃത്തി കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ വിടുതൽ പ്രാപിപ്പാൻ സ്വർഗമേ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണം. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തേങ്ങിപ്പോകട്ടെ. വലിയ ദൈവപ്രവൃത്തി ഇന്നത്തെ ദിവസം വെളിപ്പെടണം. സംസാരിപ്പാൻ കൃപ ചെയ്യുമാറാകണം. കേൾക്കുന്നവർക്ക് വലിയ വിടുതലും ആശ്വാസമായി തീരണം. അനേകർ കേൾക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ സ്വർഗമേ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തടസ്സങ്ങളെ മാറ്റണം. ഒരു തടസ്സം ഉണ്ടാകുവാൻ ഇടയാകരുത്. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകുവാൻ ഇടയാകാതെ അങ്ങ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യത്തിന് മറക്കണം. പ്രാർത്ഥനയായിട്ട് കാലം സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിനെ നന്ദി കരയേറ്റാം. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ ഹല്ലേലൂയ ഞെട്ടിക്കുന്നതാണല്ലോ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം കേൾക്കുന്നത്. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ കേൾക്കുമ്പോൾ അനേകർ ഭയത്തോടെ ഭീതിയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠത്തിലായിരിക്കും ദൈവമൊരുക്കി നല്ല അവസരത്തിനായി സ്തുതിക്കാം. ഈ കഴിഞ്ഞു പോകുന്ന പകൽ ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ളവാകുമ്പോൾ, അനേകർക്ക് കഷ്ടത, അനേകർക്ക് കണ്ണുനീർ, അനേകർ രോഗികളായി ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചപ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവം സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി കരയേറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പുഴുക്കുവാനോ പ്രശംസിപ്പാനോ ഈ ഭൂമിയിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ സൃഷ്ടിച്ചവനായ കർത്താവിനെ ഓർത്തുകൊണ്ട്, ആ ക്രൂശിനെ ഓർത്തുകൊണ്ട്, ക്രൂശിൽ പ്രശംസിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം ഓരോരുത്തരും ഓരോ നിമിഷവും മുന്നേറേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ശ്വാസം നിലച്ചാൽ പിന്നെ അത് നിർജീവമായി തീരും. പിന്നെ ഈ ജീവിതം കൊണ്ട് ഹല്ലേലൂയ ആ നിർജീവമായ ശരീരം കൊണ്ട് പ്രയോജനമില്ലാതെ ആയിത്തീരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, ദൈവവചന പ്രകാരം മുന്നേറുന്നവരായി തീരുമ്പോൾ നിത്യതയെ അവകാശമാക്കുവാനിടയായി തീരും. ഒരിക്കലും നശിച്ചു പോകാത്ത ആ നിത്യതയിലേക്ക് ഹല്ലേലൂയ പ്രവേശിക്കണമോ നാം നമ്മെ ഒന്ന് സമർപ്പിക്കുന്നവരായി, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നാം നിൽക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അത് ദൈവവചനത്തിലുള്ളതാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ
ദൈവേഷ്ടം ചെയ്യുന്ന വ്യക്തി എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നാം ഹല്ലേലൂയ ആയിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരു സൈനികൻ എപ്രകാരമാണ് യുദ്ധകളത്തിൽ നിൽക്കുന്നത്, അതുപോലെയാണ് ഒരു ദൈവ പൈതൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സൈനികൻ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ ആ സൈനികന് പുറകോട്ട് നോക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്ത് തന്നെ പ്രശ്നം പുറകിൽ ഉണ്ടായാൽ പുറകോട്ട് നോക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പുറകോട്ട് നോക്കാതെ നേരെ മുന്നോട്ട് നോക്കിക്കൊണ്ടാണ് അവൻ യാത്ര ചെയ്യുന്നത്. ശത്രു ഏത് ദിശയിൽ നിന്നാണ് കടന്നു വരുന്നത്, ആ ഹല്ലേലൂയ കടന്നു വരുന്ന ശത്രുവിനോട് എതിർക്കേണ്ടതിനായിട്ട് ഒരു സൈനികൻ പടപൊരുതുന്നത് പോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം ഓരോരുത്തരും ഹല്ലേലൂയ ആത്മീയ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ ശത്രുവിനോട് എതിർത്ത് നിന്ന് നമുക്ക് വിരോധമായി വരുന്ന ശത്രുവിനോട് ഹല്ലേലൂയ നമ്മുടെ നന്മയെ അപഹരിക്കുവാൻ വരുന്ന ശത്രുവിനോട് എതിർത്ത് നിന്ന് ജയം പ്രാപിക്കണമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം മുന്നോട്ട് നോക്കുന്നവരായി മുൻപോട്ട് യാത്ര ചെയ്യുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധക്കളത്തിൽ എന്ന കാര്യം നാം ആരും മറന്നു പോകാതെ വണ്ണ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് നാം നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടല്ല, അധികാരങ്ങളോടല്ല, ഹല്ലേലൂയ ജഡരക്തങ്ങളോടും വാഴ്ചകളോടും അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്, ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. എങ്കിൽ നാം തിരിച്ചറിയണം നമുക്ക് പോരാട്ടമുള്ളത് ഏത് മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പോരാടി ജയമെടുക്കുന്നവരായിത്തീരണം ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. രാവിലെ സമയം ഹല്ലേലൂയ ഈ വൈകിയ സമയത്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു വാക്യം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നത് ഹല്ലേലൂയ 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഈ പ്രകാരം പറയുമ്പോൾ ഹല്ലേലൂയ താൻ ആയിരിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ താൻ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന അവസ്ഥയിലാണ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. ശക്തിപ്പെടുവാൻ സാഹചര്യമില്ലാത്തതായ കാരാഗ്രഹത്തിൻ്റെ അനുഭവം ഹല്ലേലൂയ അത് ഹല്ലേലൂയ സന്തോഷം തരുന്ന അനുഭവമല്ല, അത് ദുഃഖം തരുന്ന അനുഭവമാണ്. ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട അനുഭവം, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം. ഈ പ്രകാരമുള്ള അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. ഒരു ദൈവിക സ്വാതന്ത്ര്യം പ്രാപിക്കണമോ, ഹല്ലേലൂയ സാത്താന്യ പദ്ധതികളിൽ നിന്ന് ജയം പ്രാപിക്കണമോ, ഹല്ലേലൂയ നാം ഒന്ന് ബലം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സാധാരണ ബലമല്ല, അമിത ബലത്തിലും ഹല്ലേലൂയ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സാധാരണ ബലം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതിനാൽ ഒരു അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ആദ്യം കർത്താവിൽ ശക്തിപ്പെടണം, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ആ ബലത്തിൽ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ, കഷ്ടതയുടെ അനുഭവത്തിൽ, ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ, പ്രതികൂലമായ സാഹചര്യത്തിൽ ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശക്തിപ്പെടണം. എവിടെ? കർത്താവിൽ. ഹല്ലേലൂയ. ആരിലാണ് ശക്തിപ്പെടേണ്ടത്? കർത്താവിലാണ് ശക്തിപ്പെടേണ്ടത്. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. എവിടേക്കോ ശക്തി ക്ഷയിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നിരാശരാകാറുണ്ട്. ഹല്ലേലൂയ. ശക്തി ഹല്ലേലൂയ ഇല്ലാതാകുമ്പോൾ ഹല്ലേലൂയ പലതിനും നാം അടിമകളായി തീരാറുണ്ട്. രോഗ
രോഗങ്ങൾക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക്, ഹല്ലേലൂയ, കടഭാരങ്ങൾക്ക്, ഇങ്ങനെ പലതിനും നാം അടിമകളായി തീരാറുണ്ട്. എന്നാൽ അടിമത്തത്തിൻ്റെ മുഖങ്ങളെ ഏത് വിഷയത്തിലാണ് ഒരു ഭാരം അനുഭവിക്കുന്നത്, ഏത് വിഷയത്തിലാണ് ഒരു അടിമത്തത്തിൻ്റെ ആ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിലായിരിക്കുന്നത്, അവിടുന്ന് ഒരു വിടുതൽ പ്രാപിക്കണമോ, ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമോ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ശക്തി എപ്രകാരമാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ശക്തി ഉണ്ടോ നമ്മൾ? ഹല്ലേലൂയ. അതോ നമുക്ക് നാം പ്രാപിച്ച ശക്തിയിൽ നിന്ന് ഹല്ലേലൂയ അത് ചോർന്നു പോയോ, അതിൽ കുറവ് സംഭവിച്ചോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളൊന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നാം പ്രാപിച്ച അഭിഷേകത്തിന് കോട്ടം സംഭവിച്ചുവെങ്കിൽ അല്ലെങ്കിൽ നാം തിരികെ വന്നേ മതിയാവ്. അല്ലെങ്കിൽ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയെ ത്യജിക്കുന്നവരായി തീരുവാൻ ഇടയാകാതെ വണ്ണം, ശക്തി ചോർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാതെ വണ്ണം അമിത ബലത്തിൽ ശക്തിപ്പെടണം, കർത്താവിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മെ ഒന്നിനുമീതെ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റിവെച്ച് ഒന്ന് ശക്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ നൽകുന്നു. ഹല്ലേലൂയ. ബലമില്ലാത്ത അവസ്ഥയാണോ? ഹല്ലേലൂയ. ദുർബലമായ സാഹചര്യങ്ങളാണോ നമ്മുടെ മധ്യത്തിലുള്ളത്? അവിടെ പറയുന്നത് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കണം, പൗലോസ് പറയുകയാണ്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, പ്രവാസത്തിലിരിക്കുന്ന അടിമത്തത്തിലിരിക്കുന്ന ജനത്തെ നോക്കി ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എപ്രകാരമാണ്? ക്ഷീണം സംഭവിച്ചിരിക്കുന്ന അവസ്ഥയാണോ? വാട്ടം സംഭവിച്ചിരിക്കുന്ന അവസ്ഥയാണോ? ബലഹീനതയുടെ അവസ്ഥയാണോ? നാം ആ അവസ്ഥകളുമായി ദൈവപാദപീഠത്തിലേക്കൊന്ന് കടന്നു വന്ന് നമ്മുടെ കുറവുകളെ ഒന്ന് കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവ സന്നിധാനത്തിലേക്കൊന്ന് അടുത്തു വന്ന്, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നാം ദൈവപാദപീഠത്തിൽ താഴുവാൻ ഇടയാകുമോ? ബലം തരുവാൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബലമല്ല, ദൈവം തരുന്ന ബലം തൻ്റെ അത്യന്ത ശക്തിയാലുള്ള ബലമാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരുടെ മേലാണ് ബലം വരുന്നത്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയാൽ നിറയപ്പെടുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, നാം ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ നമ്മെ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ കൃപകളാൽ കൃപാവരങ്ങളാൽ നിറച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മെ നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാം ആഗ്രഹിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിറയപ്പെടണമെന്ന്, എനിക്ക് ആ പുത്തൻ അഭിഷേകം വേണമെന്ന്, എനിക്ക് കൃപകളും കൃപാവരങ്ങളും വേണമെന്നുള്ള ഒരു അതിയായ വാഞ്ചയോടുകൂടി ദൈവപാദപീഠത്തിൽ ആയിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്ര, ആ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശപ്പുള്ളവനെ തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് വിശക്കുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടി നാം ഒന്ന് വിശക്കുവാൻ തയ്യാറാകണം. ശരീരത്തിന് വിശക്കുമ്പോൾ സമയത്തിനനുസരിച്ച് നാം ശരീരത്തിന് വേണ്ടുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് പോലെ തന്നെ ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമോ? ഹല്ലേലൂയ. അകത്തെ മനുഷ്യന് വേണ്ടുന്നതായ ആ ആത്മീയ ആഹാരത്തെ നാം നൽകുവാൻ തയ്യാറായി തീരണം. ആ ആത്മീയ ആഹാരം എവിടെ നിന്നാണ് വരേണ്ടത്? ഉയരത്തിലെ ശക്തിയാൽ നാം നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരത്തെ ലഭിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തിയെ പ്രാപിക്കണമോ? ഉയരത്തിലുള്ളതിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കുവാൻ തയ്യാറായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ക്ഷീണിച്ചിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഒന്ന് ശക്തിപ്പെടുവാൻ തയ്യാറാകുമോ? ആ ക്ഷീണത്തെ മാറ്റിക്കൊണ്ട് ശക്തീകരിക്കുവാൻ കഴിവുള്ള കർത്താവ് ആണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ബലമില്ല എന്ന് തോന്നുന്ന സാഹചര്യം
സാഹചര്യത്തിൽ ബലം വർദ്ധിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ പറയുന്നത് ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകാൻ യൗവനക്കാരും ഇടറി വീഴ് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ബാല്യക്കാർ ഹല്ലേലൂയ ഓടി നടക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ നിർത്താതെ ഓടേണ്ടവരാണ്. എന്നാൽ ബാല്യക്കാർ എന്താണ് ചെയ്യുന്നത്? ക്ഷീണിച്ച് തളർന്നു പോകും. അല്പം ഓടിയതിനു ശേഷം തളർന്നു പോകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരോ ഇടറി വീഴും. ബാല്യക്കാരുടെ ജീവിതത്തിലും യൗവനക്കാരുടെ ജീവിതത്തിലും തളർച്ച സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ പ്രായവ്യത്യാസമന്യേ ആർ ദൈവത്തെ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവോ? സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറയുമ്പോൾ യഹോവയെ കാത്തിരിക്കുവാൻ, ദൈവത്തെ കാത്തിരിക്കുവാൻ ഹല്ലേലൂയ ആ മാളിക മുറിയിൽ ഇറങ്ങിയ ആ ശക്തിയാൽ നിറയപ്പെടുവാൻ നാം ഒന്ന് തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി 120 പേർ കാത്തിരുന്നപ്പോൾ യേശു കർത്താവിൻ്റെ അമ്മ മറിയയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കാത്തിരുന്നത് പോലെ കാത്തിരിക്കുവാനിടയായി തീരുമ്പോൾ അഗ്നിനാവ് പോലെ പിളർക്കുന്നതായ നാവുകൾ പ്രത്യക്ഷപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ ശക്തി ഹല്ലേലൂയ രുചിച്ചറിയണമോ? നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ഞാൻ ചായ കുടിച്ചാൽ നിങ്ങൾക്ക് ചായയുടെ ടേസ്റ്റ് അറിയാൻ കഴിയില്ലല്ലോ പ്രിയമുള്ളവരെ. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് രുചിച്ചറിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. രുചിച്ചറിയണമോ? അത് സ്വയമായി ഞാൻ ഭക്ഷിച്ചേ മതിയാവ്. അത് സ്വയമായി നിങ്ങൾ ഭക്ഷിച്ചേ മതിയാവ്. അതുപോലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയണമോ? ഹല്ലേലൂയ ആ ശക്തി പ്രാപിക്കണമോ? ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ ശക്തിയെ പുതുക്കിക്കൊണ്ട് ഹല്ലേലൂയ പുതുതായി ഒന്ന് ഉളവാകത്തക്ക നിലയിൽ ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിക്കത്തക്ക നിലയിലെ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്ക നിലയിലുള്ള ഒരു അത്യന്തമാകുന്ന ശക്തിയാൽ നിറയപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രോഗത്തിന് അടിമയായി ഹല്ലേലൂയ ഞാൻ രോഗിയായി തീർന്നു, എനിക്കുള്ളതെല്ലാം ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നു എന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ ആ രോഗത്തെ അതിജീവിക്കുവാനായിട്ടൊന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നും രോഗിയായി, എന്നും പ്രശ്നങ്ങളിൽ അകപ്പെട്ട്, എന്നും ഭാരപ്പെട്ട്, എന്നും ഹല്ലേലൂയ വിങ്ങി ജീവിക്കുവാൻ, ഞരങ്ങി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു വരേണമോ? ആ ശക്തിയാൽ നിറയണം. ഹല്ലേലൂയ. ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ബലഹീനമായ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ബലഹീനതകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ എവിടെയാണ് ബലഹീനമായത് ആ ബലഹീനതകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ബലമുള്ളതാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങളാണോ ബലഹീനപ്പെട്ടിരിക്കുന്നത്? അവിടേക്ക് ആ ശക്തി ഇറങ്ങുമ്പോൾ അത് റിപ്പയർ ചെയ്യുന്നില്ല, അത് പുതുതാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് കേടുപാട് സംഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. അത് റിപ്പയർ ചെയ്യുന്നില്ല, അതിനെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുമ്പോൾ കേടുപാടുകൾക്ക് റിപ്പയർ സംഭവിക്കുന്നില്ല, അത് ഹല്ലേലൂയ പുതുതാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. രോഗിയാണോ? രോഗിയായി ഭാരപ്പെടുന്നുവോ? ആന്തരികവയങ്ങൾ കേടുപാടുകൾ സംഭവിച്ചുവോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ ഒരു സൃഷ്ടിപ്പുണ്ടാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സൃഷ്ടിപ്പുണ്ടാകുമ്പോൾ ഹല്ലേലൂയ കേടുപാടിൽ ഉള്ളതിനെ എടുത്ത് മാറ്റിയതിനു ശേഷം പുതുതാക്കി തീർത്തുകൊണ്ട് ഇനി ഒരു കേടുപാടില്ലാതെ മുന്നോട്ട് പോകത്തക്ക നിലയിലേക്ക് ഹല്ലേലൂയ ശക്തി വ്യാപരിക്കുന്നു. സ്തോത്രം. അത് ശരീരത്തിന്മേൽ, പ്രാണനിന്മേൽ, ആത്മാവിന്മേൽ സംഭവിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം, എനിക്ക് ആത്മാവിൽ മുന്നേറണം, എനിക്കൊരു നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കണം എന്നൊക്കെയും നാം ആഗ്രഹിക്കുന്നു. എങ്കിലും സാധിക്കാതെ വരുന്നുവെങ്കിൽ ഹല്ലേലൂയ എവിടെയാണ് ഹല്ലേലൂയ നമുക്ക് തകരാറ് വന്നിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത്, അതിനെ കണ്ടുപിടിച്ച് ആ മേഖലയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ അതിൽ ജയമെടുത്തെഴുന്നേൽക്കുന്നവരായി തീരണം. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? സ്തോത്രം.
ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, ആ ശക്തിയെ പുതുക്കുന്നതിനെ പറ്റി ഒരു കഴുകനോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, കഴുകനെ ഒരു പക്ഷിയെ ഉപമിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത് ശക്തിയെ പുതുക്കുന്നതിനെ പറ്റി. ഹല്ലേലൂയ, ഒരു കഴുകൻ പക്ഷിക്ക് ഹല്ലേലൂയ അത് വയസ്സായി പ്രായം ചെന്നു എന്ന് തോന്നുമ്പോൾ ഹല്ലേലൂയ അതിന് മരണം സംഭവിക്കാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ. അല്ല, വേറൊരത്തിൽ അതിന് ശക്തിയെ പ്രാപിക്കണമോ അതൊന്ന് ഇരിക്കുവാൻ തയ്യാറാകണം. ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ അത് വേദന ഉളവാക്കുന്നതാണ്. ഹല്ലേലൂയ, കഴുകൻ പ്രായമായ കഴുകൻ പാറയുടെ പിളർപ്പിലേക്ക് ഉയരമുള്ള പർവ്വതങ്ങളിലേക്ക് വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് കയറി ചെല്ലുന്നു. ഹല്ലേലൂയ, അവിടേക്ക് കയറി ചെന്നതിന് ശേഷം അത് ഹല്ലേലൂയ ആദ്യം അതിൻ്റെ ശരീരത്തിൻ്റെ തൂവലുകളെ, ശക്തിഹീനമായ ബലഹീനമായ തൂവലുകളെ ഒന്നൊന്നായി അത് ഹല്ലേലൂയ പറിച്ചു കളയുന്നു. ഹല്ലേലൂയ, തൂവലുകൾ തൻ്റെ ശരീരത്തിൻ്റെ തൂവലുകൾ ഒന്നൊന്നായി പിഴുതെടുക്കുമ്പോൾ വേദനയുളവാകും. ഹല്ലേലൂയ, ശക്തിയെ പുതുക്കുവാൻ ഇരിക്കുമ്പോൾ വേദനയുളവാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ ആ വേദന, ആ തൂവലുകൾ പറിക്കുമ്പോഴുള്ള വേദന, അതിൽ നിന്ന് ഹല്ലേലൂയ രക്തമൊഴുകുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെയൊക്കെയും അതിജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ അതൊരു അതിൻ്റെ ആ പഴയതായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അത് പുതുതായി തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, പ്രകാരമാണ് അതിൻ്റെ തൂവലുകൾ ഒന്നൊന്നായി അത് കൊത്തിപ്പറിച്ചു കളയുന്നു. അതിനുശേഷം അതിൻ്റെ ചുണ്ട് ഹല്ലേലൂയ പാറയിലോ കല്ലിലോ ഇട്ട് ഉരച്ച് അതിനെ പിഴുതു കളയുന്നു. അതിൻ്റെ നഖങ്ങളെ പിഴുതു കളയുന്നു. അതിനുള്ള സകലത്തെയും അത് സ്വയമായി പിഴുതു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഒരു മാംസപിണ്ഡമായി ഹല്ലേലൂയ കരഞ്ഞും നിലവിളിച്ചും വേദനയെ സഹിച്ചും കൊണ്ട് അത് ഇരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കുറച്ച് ദിവസം ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ മുറിവുകളൊക്കെ ഉണങ്ങുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, അതിൻ്റെ ഹല്ലേലൂയ ചെറുതായി തൂവലുകൾ കടന്നു വരുന്നു. ഹല്ലേലൂയ, ഇങ്ങനെ തൂവലുകൾ കടന്നു വരുന്നു, ചുണ്ട് കടന്നു വരുന്നു. ഹല്ലേലൂയ, നഖം അതിൻ്റെ ശരീരത്തിൽ ഉളവായി വരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഉളവായതിന് ശേഷം അത് പറക്കുവാൻ പാകമാകുന്നു. ഹല്ലേലൂയ, പറക്കുവാൻ അത് പ്രാപ്തയാകുമ്പോൾ ആ കഴുകൻ സാധാരണ രീതിയിലുള്ള പറക്കമല്ല അത് പറക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ശക്തിയെ പ്രാപിച്ചതിന് ശേഷം ഹല്ലേലൂയ മറ്റ് കഴുകന്മാർ പറക്കുന്നതിനേക്കാൾ, മറ്റ് പക്ഷികൾ പറക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് അത് പറക്കുന്നു. ഹല്ലേലൂയ, അതിന് ഹല്ലേലൂയ അത് പറക്കുമ്പോൾ കൊടും കാറ്റ് വരുന്നു. അതിന് ഹല്ലേലൂയ തരണം ചെയ്യുവാനുള്ള കൃപയുണ്ടാകുന്നു. ഹല്ലേലൂയ, അത് കാർമേഘ പടലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ മഴ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അത് പറന്ന് ഉയരങ്ങളിലേക്ക് കടന്നു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, അന്നേരം ഇരുന്നത് വർദ്ധാവായില്ല. ഹല്ലേലൂയ, അല്പം വേദന സഹിച്ച് അല്പം രക്തം വാർന്നു പോകുന്നൊക്കെയും സഹിച്ചുകൊണ്ട് അത് ഇരുന്നതിനാൽ ഹല്ലേലൂയ അതിൻ്റെ ആ പഴയ ശക്തി നിറഞ്ഞ തൂവലുകൾ, ശക്തിഹീനമായ ബലഹീനമായ തൂവലുകളൊക്കെയും പറിച്ച് കളഞ്ഞതിനാൽ അതിൻ്റെ ശരീരത്തിൽ പുതിയതുളവാകുവാനിടയായി തീർന്നു. അപ്പോൾ അത് പുതിയ ബലം പ്രാപിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ, അപ്രകാരം അത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് അത് ഉയരത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ ഒരു ദൈവ പൈതലായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് ശക്തി കുറഞ്ഞുവെങ്കിൽ ഒന്നിരിക്കുവാൻ തയ്യാറാകണം. പഴയതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അപ്രകാരമുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ലോക സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. ലോകത്തിൻ്റെ ഗതിവിധികൾ, പോക്കുകൾ നാം കാണുമ്പോൾ ഹല്ലേലൂയ ഭയമുളവാകുന്ന അവസ്ഥയാണോ? ഹല്ലേലൂയ, നാം ദൈവസന്നിധാനത്തിൽ ഒന്ന് ഇരുന്നു കൊണ്ട് ഒന്ന് പുതുക്കം പ്രാപിക്കുവാനായി നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പുതുക്കിയ ഹല്ലേലൂയ ശക്തി, നമ്മളിലുള്ള ശക്തി, അല്പമായ ശക്തി ഹല്ലേലൂയ, തീരാറായ ശക്തി ഹല്ലേലൂയ അത് പുതുക്കം വരുന്നു. ഹല്ലേലൂയ, അതിന് വർധന വരുന്നു. ഹല്ലേലൂയ, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഹല്ലേലൂയ ആ പാത്രം നികഞ്ഞ് കവിയുന്നത് പോലെ ഹല്ലേലൂയ ആ ശക്തിയാൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും അതിനെ അതിജീവിച്ച് മുന്നേറത്തക്ക നിലയുള്ള ഒരു കൃപ
നമ്മളുടെ മേൽ കടന്നു വരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നാം ഒരു പുതിയ അഭിഷേകത്താൽ നിറയണം, ഒരു പുത്തൻ ശക്തിയാൽ നിറയണം. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന ഹല്ലേലൂയ ക്രൂശിൽ തൻ്റെ ഹല്ലേലൂയ യാഗമായി തീർന്നു. ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ പുനരുത്ഥാനത്താൽ ഹല്ലേലൂയ താൻ തൻ്റെ മർത്യ ശരീരത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് പുനരുത്ഥാനത്താൽ പുറത്തു വന്നതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. അതിനു മുൻപിട്ട് ഞാൻ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മെ ശക്തീകരിക്കുന്നവൻ, ആ സഹായകൻ നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, ഹല്ലേലൂയ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. ആ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു കർത്താവ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, അനാഥരെന്ന് തോന്നുന്ന അവസ്ഥ, എല്ലാവരും ഉണ്ടാഞ്ഞിട്ടും ആരുമില്ലാത്ത അനുഭവങ്ങൾ, ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ. ആര് പറയും പ്രിയമുള്ളവരെ? നമുക്കുള്ളവർ പറയുമോ, ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി വിടുകയില്ല, നീ അനാഥയായി തീരുകയില്ല എന്ന് ആര് പറയും? ആർക്കും പറയുവാൻ, മനുഷ്യരായ ഒരു വ്യക്തിക്ക് പോലും പറയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവർക്ക് സ്വയമായിട്ട് അവരുടെ ജീവിതം എവിടം വരെ ഉണ്ട് എന്ന് ഹല്ലേലൂയ അളക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ. അനാഥത്വം അനുഭവിക്കുന്ന മേഖലകൾ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയുവാൻ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി, ഒരു സഹായകനായി, ഒരു വഴികാട്ടിയായി, ഒരു തുണയായി, ഒരു സ്നേഹിതനായി നമ്മോടൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, അപ്രകാരം പരിശുദ്ധാത്മാവ് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. സ്തോത്രം. ഇവിടെ നോക്കണമേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഹല്ലേലൂയ, ആ അമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതെ ഇരുന്നാലും, അമ്മ കുഞ്ഞിനെ മറന്നു കളഞ്ഞാൽ മറക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം എവിടം വരെയാണ്? വാർദ്ധക്യ കാലത്ത് നമ്മോടൊപ്പം ഇരിക്കുക. ഹല്ലേലൂയ. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ചുമക്കാമെന്നാണ് അരുളി ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? ഇന്ന് വാർദ്ധക്യമായി എനിക്കാരുമില്ല, എന്നെ ഹല്ലേലൂയ സഹായിപ്പാൻ ആരുമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ചുമക്കുന്നവൻ ഞാനാണ്. എന്തിന് ഭയപ്പെടേണം? എന്തിന് ഭാരപ്പെടണം? ഹല്ലേലൂയ. ഏത് പ്രതികൂല സാഹചര്യം വന്നാൽ എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ചേർത്ത് നിർത്തുവാൻ തയ്യാറാണ്. സ്തോത്ര. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അന്ന് ഹല്ലേലൂയ ഒരു തുണയായി, ഒരു സഖിയായി, ഒരു സ്നേഹിതനായി ഒപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ചേർത്ത് നിർത്തുവാൻ തയ്യാറാകണം. ചേർത്ത് നിർത്തുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വഴികാട്ടിയായി നമ്മോടൊപ്പം ഇരിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, അവർ തളർന്നു പോകാതെ ശക്തിയെ പുതുക്കി കഴിഞ്ഞാൽ ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറിപ്പോകുമെങ്കിൽ ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ, ശക്തിയെ പുതുക്കിയ വ്യക്തിയാണോ, ഹല്ലേലൂയ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയാൽ നിറയപ്പെടുമ്പോൾ, ശക്തി പുതുക്കി കഴിയുമ്പോൾ പിന്നെ ക്ഷീണം സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. തളർന്നു പോകാതെ ഓടുകയും ഓടുവാനുള്ള കരുത്തിനെ നൽകുന്നു. സ്തോത്രം. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും, നടക്കുവാനുള്ള ബലം നൽകുന്നു. കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്ന ദൈവം, ഗിരികളിൽ നിർത്തുമാറാക്കുന്ന ദൈവം. സ്തോത്രം. നടക്കുവാനുള്ള ബലം നൽകുന്നു, ഓടുവാനുള്ള ബലം നൽകുന്നു. ഹല്ലേലൂയ. ആ ശക്തി പ്രാപിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. തളർന്നു പോകരുത്,
തളർന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകരുത്. തളർത്തുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ തളർന്നു പോകുവാനിടയാകാതാണ് ഓടുവാൻ തയ്യാറാകണം. തളർന്നു പോകുവാനിടയാകാതെ ക്ഷീണിച്ചു പോകാനിടയാകാതെ നടക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹായകനോടൊപ്പം ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സ്നേഹിതനോട് മറ്റൊരു സ്നേഹിതനെ പ്രകാരം സംസാരിക്കുന്നു, അതുപോലെ ആ സഹായകൻ നമ്മോട് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ സംസാരത്തിനായി നമ്മുടെ കാതുകളെ ഒന്ന് ഹല്ലേലൂയ തുറക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ യെശയ്യാ പ്രവചനം 32 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവം, ചൂടിൻ്റെ അനുഭവം, ഹല്ലേലൂയ ചൂടിൻ്റെ കാഠിന്യം, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ. ഹല്ലേലൂയ പ്രവാചകൻ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയുടെ അനുഭവങ്ങൾ, ചൂടിൻ്റെ അനുഭവങ്ങൾ, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയാത്തതായ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു ഉദ്യാനമാക്കി തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചോദിക്കുന്ന ചോദ്യമല്ലേ, എന്ന് എൻ്റെ ജീവിതം മരുഭൂമിയാണ്, എന്താണ് ഈ മരുഭൂമിക്ക് കാരണം? ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യം എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ലല്ലോ എന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഉയരത്തുള്ള ശക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ മരുഭൂമിയെ ഉദ്യാനമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യം ഇപ്രകാരമാണല്ലോ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയെ ഉദ്യാനമാക്കും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഉദ്യാനം വനമായി എണ്ണപ്പെടും. സ്തോത്രം. ഉദ്യാനമായോ ഹല്ലേലൂയ അതിനെ വനമാക്കി ഹല്ലേലൂയ മാറ്റങ്ങൾ നൽകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളെ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവെന്ന സഹായകൻ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തിയെ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ മരുഭൂമി ഹല്ലേലൂയ മാറി അതിനെ ഉദ്യാനമാക്കി തീർക്കുന്നു. പിന്നെയും ആ ശക്തിയിൽ നിലനിന്ന് പോകുമ്പോൾ പൂന്തോട്ടം, ഉദ്യാനം ഹല്ലേലൂയ അതിനെ വനമാക്കി ഒരു കാട് പോലെ വളരത്തക്ക നിലയിലേക്ക് മാറ്റുന്നു. സ്തോത്രം. മാറ്റം എവിടൊക്കെ സംഭവിക്കുന്നു? ക്ഷീണിച്ചു പോകുന്നവന് ഹല്ലേലൂയ ശക്തിപ്പെടുത്തുന്ന ദൈവം, ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവം, ഹല്ലേലൂയ നടക്കുവാനുള്ള ബലം നൽകുന്ന ദൈവം, ഓടുവാനുള്ള ശക്തി നൽകുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ശക്തി പുതുക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥകൾ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ജീവിത സാഹചര്യത്തിൽ ഹല്ലേലൂയ സന്തോഷിപ്പാൻ വകയില്ല, ഒന്നിനുമീതെ പ്രശ്നങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഓരോ സാഹചര്യത്തിലും ഒന്ന് ചിരിക്കുവാൻ ഹല്ലേലൂയ ആ സാഹചര്യമില്ല എന്ന് തോന്നുന്നതായ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിക്കുന്ന അനുഭവം, അതിൽ നിന്ന് പൊട്ടിച്ചിരിക്കത്തക്ക നിലയിലേക്കുള്ള അനുഭവം, എന്നും സന്തോഷിക്കത്തക്ക നിലയിലേക്കുള്ള അനുഭവത്തിലേക്ക് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുവെന്ന് ഹല്ലേലൂയ ആ മാറ്റം എൻ്റെ മേൽ വരണമേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുക പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം പറയുന്നത്, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കുക. ഹല്ലേലൂയ ന്യായമില്ല. ഹല്ലേലൂയ ഒരിടത്തും ഹല്ലേലൂയ ന്യായമില്ല എന്ന് പറയുന്നുവെങ്കിൽ എനിക്ക് ലഭിക്കേണ്ടതൊന്നും ലഭിച്ചില്ല, എൻ്റെ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചു, ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ശൂന്യമായി എന്ന് ചിന്തിക്കുന്ന മേഖലകൾ ഒരു ന്യായം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഉദ്യാനത്തിൽ ഹല്ലേലൂയ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയവും ആയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ ഹല്ലേലൂയ മാറ്റങ്ങൾ. മരുഭൂമി ഉദ്യാനമായി, ഉദ്യാനം വനമായി, വനമായപ്പോൾ ഹല്ലേലൂയ ഉദ്യാനത്തിൽ പിന്നെ ഹല്ലേലൂയ വക്രതയോ കപടമോ ഹല്ലേലൂയ അങ്ങനെ ലോകത്തുള്ള കാര്യങ്ങളല്ല, ന്യായമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സ്തോത്ര ഉദ്യാനത്തിൽ ഹല്ലേലൂയ നീതിയില്ല, എനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്ന മേഖലകൾ നീതി വസിക്കത്തക്ക നിലയിൽ, പാർക്കത്തക്ക നിലയിലേക്ക് മാറ്റപ്പെടുന്നു. സ്തോത്ര. അതോടൊപ്പം തന്നെ നീതിയുടെ പ്രവൃത്തിയായ സമാധാനമുളവാകുന്നു.
സ്തോത്രം. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സമാധാനമുണ്ട്. ഹല്ലേലൂയ. എത്ര മുക്കുന്ന പ്രശ്നങ്ങൾ കടന്നു വന്നാൽ, എത്ര ജീവിതത്തെ തകിടം മറിക്കുന്ന പ്രശ്നങ്ങൾ കടന്നു വന്നാൽ, ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ സമാധാനത്തോടെ ആയിരിക്കത്തക്ക നിലയിലേക്ക് ദൈവം മാറ്റുന്നു. സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. നീതിയുടെ ഫലമോ ശാശ്വത വിശ്രമവും നിർഭയത്വവും, പേടിയില്ലാതെ ഭയമില്ലാതെ മുന്നോട്ട് പോകത്തക്ക നിലയിലേക്ക് മാറ്റങ്ങൾ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ഇങ്ങനെ ഒരു അവസ്ഥ കർത്താവേ എൻ്റെ ജീവിതത്തിൽ തരയണമേന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരു പുത്തൻ ശക്തിയാൽ ഇന്ന് നാം നിറയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മാറ്റങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. മാറ്റമില്ല എങ്കിൽ നമ്മുടെ ശക്തി കുറഞ്ഞു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. മാറ്റമില്ല എങ്കിൽ, മാറ്റങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ പഴയ പോലെയുള്ള അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുവോ? ഒന്ന് പുതുക്കപ്പെടണം. സ്തോത്രം. പുതുക്കപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, വ്യത്യസ്ത തലത്തിലേക്ക്, ഹല്ലേലൂയ, വ്യത്യസ്ത മേഖലയിലേക്ക് കയറത്തക്ക നിലയിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുന്നത് എന്തിനാണ്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ഹല്ലേലൂയ, കഴിയേണ്ടതിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ പൈശാചിക തലങ്ങളെ ജയിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പൈശാചികൻ, ഹല്ലേലൂയ, കടന്നു വരുന്നത് എന്തിനെ? ഹല്ലേലൂയ. ദുഷ്ടൻ കടന്നു വന്ന് എന്തിനെ? ഹല്ലേലൂയ. മോഷ്ടിക്കുവാൻ, കവർച്ച ചെയ്യുവാൻ, മുടിക്കുവാൻ, ഇല്ലാതെയാക്കുവാനാണ്. യേശു കർത്താവ് കടന്നു വന്ന് എന്തിനെ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് എവിടെ മോഷ്ടിച്ചുവോ, എവിടെ ഇല്ലാതാക്കിയോ അതിനെ തിരികെ തരുവാനാണ് യേശു കർത്താവ് കടന്നു വന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ മനസ്സിലാക്കണം പിശാചിൻ്റെ തന്ത്രം എന്തെന്ന്. ഹല്ലേലൂയ. തന്ത്രശാലിയായി പിശാച്, ഹല്ലേലൂയ, കെണികൾ ഒരുക്കി ആ കെണിക്കകത്ത് പെടുത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നാം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാചിൻ്റെ കെണികളെ പൊട്ടിച്ച് ഒരു, ഹല്ലേലൂയ, പക്ഷിയെ പ്രകാരം പുറത്തു വരുന്നു അതുപോലെ നാം പുറത്തു വരുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയുന്നവരായി തീരണം. അതിനോട് എതിർത്ത് നിൽക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമോ? ഹല്ലേലൂയ. മാനുഷിക ശക്തി കൊണ്ട് പൈശാചികനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ദൈവശക്തി ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പൈശാചികനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവേ. നമുക്ക് പോരാട്ടമുള്ളത്, ഞാൻ മുൻപേ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലാണോ? യുദ്ധക്കളത്തിലാണ്, പോരാട്ടമുണ്ട്. അതിനെ നാം തിരിച്ചറിയണം. പോരാട്ടമുള്ളത്, ഹല്ലേലൂയ, മനുഷ്യരോടല്ല. ഹല്ലേലൂയ. മനുഷ്യരോടല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഹല്ലേലൂയ, ഇതിനെയൊക്കെ വിട്ടെറിഞ്ഞ് നാം ഓടുന്നവരായി തീരണം. ഹല്ലേലൂയ. പോരാട്ടമുള്ളത്, ഹല്ലേലൂയ, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടത്രേ. അതുകൊണ്ടാണ് യോവേൽ നബി പറഞ്ഞത്, തുള്ളനും വിട്ടിക്കിളിയും പച്ചപ്പുഴുവും വീട്ടിലും തിന്ന സിംഹത്സരങ്ങളെ നിങ്ങൾക്ക് മടക്കിത്തരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിഫലങ്ങളെ നൽകും, നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായി നൽകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ, ഹല്ലേലൂയ, പൗലോസ് അതിനെ സ്പഷ്ടമായി പറയുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണ, പിശാച് തന്ത്രശാലിയായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യുമ്പോൾ, കവർച്ച ചെയ്യുമ്പോൾ അതിനെ തിരിച്ചറിയാതെ പിശാചിന് നാം, ഹല്ലേലൂയ, ഇടം കൊടുക്കാൻ ഇടയാകാതെ പിശാചിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ജയം പ്രാപിക്കണം. പലപ്പോഴും പിശാചിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതിനാൽ അല്ലെ പല നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഹല്ലേലൂയ. പിശാച് കവർന്നുകൊണ്ട് പോയില്ലേ കുഞ്ഞുങ്ങളുടെ ഭാവി? ഹല്ലേലൂയ. ആഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ഭാവി വന്നില്ല. ഹല്ലേലൂയ. ഇന്നും, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്രകാരമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നില്ലേ? ഭാരപ്പെടേണ്ട. അതിനെ മടക്കി തരുവാൻ ദൈവം സർവശക്തനാണ്. ആ ശക്തി ഒന്ന് പുതുക്കുപോയിക്കൊണ്ട് എവിടെയാണ് പിശാച് ബന്ധിച്ചത് അതിനെ ഒന്ന് അഴിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും
സമീപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനെ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. സ്തോത്രം. ഒരു മുൻപിലൊരു ദുർദിവസം ഉണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ, മുൻപിലൊരു ദുർദിവസമുണ്ട്, അതിനെ എതിർക്കണമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ. കർത്താവില് അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. സ്തോത്രം. ഹല്ലേലൂയ. നാം സാധാരണ വ്യക്തികളല്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവ് എത്രയെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നാം പോരാടുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു മേഖലകളെ തകർക്കുന്നവരാകണം. ഹല്ലേലൂയ. ശത്രു എവിടെയാണ് ഹല്ലേലൂയ നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്, അവിടെ ജയമെടുക്കുവാനുള്ളതായ അത്യന്ത ശക്തിയാൽ നാം നിറയപ്പെടുന്നവരായി തീരണം. എത്ര പേർ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ, എനിക്കിന്നൊരു ശക്തി ആവശ്യമാണ്, എൻ്റെ ശക്തി ഒന്ന് പുതുക്കണം. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ജയം പ്രാപിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? അന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു കർത്താവിനെ പറ്റി പറയുന്നത്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തത് മാത്രമല്ല, ദൈവം യേശു കർത്താവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യേശു കർത്താവ് എന്താണ് ചെയ്തത്? നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നില്ലയോ? യേശു കർത്താവ് ചെയ്തതുപോലെ നമുക്കും ചെയ്യണമോ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന സഹായകൻ, പരിശുദ്ധാത്മാവെന്ന വഴികാട്ടി ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കണം സ്നേഹിതനായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. സത്യത്തിന്റെ ഹല്ലേലൂയ ആത്മാവിനാൽ നാം നിറയപ്പെടും. ഹല്ലേലൂയ. ആ സത്യത്തിലേക്ക് നടത്തുന്ന പൈശാചിക മേഖലകളിൽ നിന്ന് നാം വിജയം പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിശുദ്ധകരമായ ജീവിതം നയിക്കുവാനിടയായി തീരും. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നിത്യതയ്ക്കായി നമ്മെ ഒരുക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ യേശു കർത്താവിനോടൊപ്പം നമുക്കും ചേരുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വലിയൊരു ഒരുക്കത്തിന് കാരണമായി തീരും, വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമായി തീരും. നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് കർത്താവേ ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. ഇന്ന് നാം ശക്തിയാൽ നിറയപ്പെടണം പ്രിയമുള്ളവരെ. ആ ശക്തിയെ പ്രാപിക്കുവാനായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്തോത്രം. കണ്ണുകൾ അടച്ചാട്ട് അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളായിരിക്കും മേഖലകൾ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു? ജീവിത സാഹചര്യങ്ങൾ ഹല്ലേലൂയ മാറ്റങ്ങൾ, മരുഭൂമിയുടെ അവസ്ഥകളിൽ നിന്ന് ഒരു ഉദ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് വരുവാൻ, ഉദ്യാനം ഒരു വനമായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ? ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ബലഹീനതയാണോ? ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നവൻ, ബലമില്ലാത്തവന് ബലം നൽകുന്നവൻ. ഹല്ലേലൂയ. ആ ബലത്തെ പ്രാപിക്കുവാൻ, ആ ശക്തിയെ പുതുക്കുവാനായിട്ട് ഒരു കഴുകനെ പോലെ ഒന്നിരിക്കുവാൻ തയ്യാറാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചാട്ടെ. സാഹചര്യങ്ങൾ എന്തു തന്നെ ആകട്ടെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒന്ന്, എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം തരുവാൻ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? സ്തോത്രം. ഈ വൈകിയ സമയത്ത് ആ ശക്തിയാൽ നിറയ്ക്കുവാൻ, ആ പ്രവൃത്തിയാൽ നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ വൈകിയ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ക്ഷീണമുണ്ടപ്പ, ഹല്ലേലൂയ, ബലഹീനതകളുണ്ടപ്പ, ഭാരമുണ്ടപ്പ, രോഗമുണ്ടപ്പ, വിവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത്. ഇവരോട് മനസ്സലിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല ഭാരങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മക്കളുടെ ജീവിതത്തിൽ
നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകന് പൂർത്തീകൃതനുമായ യേശുവിൽ മാത്രം നോക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. മനസ്സിന്റെ ഹല്ലേലൂയ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. സമാധാനം മനസ്സിൽ വ്യാപരിക്കട്ടെ. ദൈവിക സമാധാനത്താൽ ഈ ജനം നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മീയമായി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോടൊപ്പം പരിശുദ്ധാത്മാവെന്ന സഹായകനോടൊപ്പം സഞ്ചരിക്കത്തക്ക നിലയിലേക്ക് മാറ്റപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഭൗതിക നന്മകളാൽ നിറയപ്പെടട്ടെ. കലഭാരങ്ങൾ മാറട്ടപ്പ. ഞെരുക്കങ്ങൾ ഇടുക്കങ്ങൾ മാറട്ടെ. വിശാലമായ അനുഭവങ്ങൾ ഈ ജനത്തിന്റെ മധ്യത്തിൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരണമപ്പ. ഇപ്പോൾ ഹല്ലേലൂയ ജനം ഫ്രീ ആകട്ടെ. ശരീരത്തിന്മേലെ മനസ്സിന്മേൽ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുവാൻ കൽപ്പിക്കുന്നു. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ശരീരം ഫ്രീ ആകട്ടെ. ഹല്ലേലൂയ. മാനസിക ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ശാരീരിക ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ. വലിയ അത്ഭുതം പ്രവർത്തിച്ചിരിക്കാതെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ജനത്തെ ഏൽപ്പിക്കുന്നപ്പ. നൽകി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ വാഴ്ത്തുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാൽ നിറയപ്പെടുവാൻ ഈ ദിവസങ്ങളൊന്ന് തയ്യാറാകണം. ഹല്ലേലൂയ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ കയ്യിൽ അകപ്പെടുവാൻ ഇടയാകാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്ന് ജയം പ്രാപിച്ച് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.